നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അന്തരിച്ച കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായി നിൽക്കുന്ന ഒരു താരമാണ് രേണു. പല വിമർശനങ്ങളും പലപ്പോഴായി ഏറ്റുവാങ്ങാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രേണു നടത്തിയ വിഷുവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഫോട്ടോഷൂട്ട് അത് പല രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. രേണുവിനെ വിമർശിച്ച് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് രംഗത്ത് വന്നിരിക്കുകയാണ്. രേണു വിഷുവിനോടനുബന്ധിച്ച് നടത്തിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് വിമർശനവുമായി സ്വപ്ന സുരേഷ് രംഗത്ത് വന്നത്. സാമൂഹിക മാധ്യമത്തിലൂടെയായിരുന്നു സ്വപ്ന സുരേഷ് തൻ്റെ വിമർശന വാക്കുകൾ ചൊരിഞ്ഞത്. വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ രേണു സുധി ഷെയർ ചെയ്തിരുന്നു. ഈ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് സ്വപ്ന സുരേഷ് വിമർശനം ഉന്നയിച്ചത്. സ്കേർട്ടും ബ്ലൗസും ധരിച്ച് സിമ്പിൾ മേക്കപ്പും ഓർണമെൻറ്റ്സും അണിഞ്ഞുള്ള ഫോട്ടോയായിരുന്നു രേണുവിൻ്റേത്. ഒരു സ്ത്രീക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ആകർഷകമായ കാര്യം ആത്മവിശ്വാസമാണ്. സ്ത്രീകളാണ് സമൂഹത്തിൻ്റെ യഥാർത്ഥ ശില്പികൾ. ശക്തരായ സ്ത്രീകൾക്ക് ആറ്റിറ്റ്യൂഡ് ഇല്ല, മാനദണ്ഡങ്ങളുണ്ട് എന്നിങ്ങനെയുള്ള കുറിപ്പുകളോടെയാണ് ചിത്രങ്ങൾ രേണു സുധി പങ്കുവച്ചത്. എന്നാൽ ഈ ചിത്രത്തിനെതിരെയാണ് സ്വപ്ന സുരേഷ് വിമർശനം ഉന്നയിച്ചത്. വിധവയായ ഒരേ ഒരു സ്ത്രീ രേണു മാത്രമല്ലെന്നും ദയവായി തങ്ങളുടെ സംസ്കാരത്തെ ബഹുമാനിക്കൂ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സ്വപ്ന സുരേഷ് കുറിച്ചത്. കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഇതാണോ 2025 പുതിയ വിഷു? ദയവായി ഞങ്ങളുടെ സംസ്കാരത്തെ ബഹുമാനിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആൺകുട്ടികൾ പോലും പറയുന്നു എൻ്റെ പൊക്കിൾ കാണിച്ചാൽ അമ്മ എന്നെ കൊല്ലുമെന്ന്. കഷ്ടം. വിധവയോ വിവാഹമോചിതയോ ആയ ഒരേ ഒരു സ്ത്രീ നിങ്ങൾ മാത്രമല്ല. നിങ്ങളുടെ മണ്ടത്തരം വിൽക്കരുത്. ഭഗവാൻ കൃഷ്ണനെ വിചിത്രമായ ചില സൃഷ്ടികൾ കൊണ്ട് ഇത്തരത്തിൽ മാറ്റി സ്ഥാപിക്കാൻ കഴിയില്ല എന്നതടക്കമുള്ള ഒരു വിമർശന കുറിപ്പാണ് സ്വപ്ന സുരേഷ് ഫേസ്ബുക്കിൽ കുറിച്ചത്. അതായത് ഈ ഒരു വിഷുവിന് ഇത്തരത്തിൽ ഒരു ചിത്രം പങ്കുവച്ചതിനെയാണ് സ്വപ്ന സുരേഷ് വിമർശിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. സ്വപ്നയുടെ വാക്കുകൾ ഇതിനകം വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. നിരവധി പേരാണ് അഭിപ്രായ പ്രകടനവുമായി രംഗത്തെത്തുന്നത്. അന്യരുടെ കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ള അവകാശം ആർക്കുമില്ലെന്നും സ്വപ്ന നാടിന് നല്ല പേര് സമ്പാദിച്ചു കൊടുത്തയാളല്ലെന്നും മനസ്സിലാക്കണം എന്നതടക്കമുള്ള വിമർശന കമൻറ്റുകളും സ്വപ്ന സുരേഷ് പറഞ്ഞത് ശരിയാണ്. ഇത്തരത്തിലുള്ള ഒരു ചിത്രമാണോ വിഷുവിന് പങ്കുവയ്ക്കേണ്ടത്? ഇതാണോ നമ്മുടെ സംസ്കാരം എന്നതടക്കമുള്ള അനുകൂല കമൻറ്റുകളുമൊക്കെ ഒരു സമ്മിശ്ര പ്രതികരണമാണ് സ്വപ്ന സുരേഷിൻ്റെ ഈ സാമൂഹിക മാധ്യമ പോസ്റ്റിന് കമൻറ്റുകളായി വരുന്നത്. സ്വപ്നയുടെ പോസ്റ്റിന് കീഴെ വന്ന ചില കമൻറ്റുകൾ നമുക്ക് നോക്കാം. വിമർശന കമൻറ്റുകൾ ഇപ്രകാരമാണ്: ഡിപ്ലോമാറ്റിക് ചാനൽ വഴി സ്വർണം കടത്തലും രാജ്യവിരുദ്ധ പ്രവർത്തനവും ഒക്കെയാണോ ചേച്ചി ഉദ്ദേശിച്ച്? റെസ്പെക്ട് അവർ കൾച്ചർ. രേണു ഒരു കേസിലും പ്രതിയായിട്ടില്ല. അവർക്കെതിരെ ഒരു അഴിമതി ആരോപണം ഉണ്ടായിട്ടില്ല. ജീവിക്കാൻ വേണ്ടിയുള്ള വേഷം കെട്ടലാണ്. അവർ ജീവിച്ചോട്ടെ. മൂന്നാം കിട തുണ്ടുപടങ്ങൾ ഇറക്കി ജീവിക്കുന്നവരെയൊന്നും നിങ്ങൾ കണ്ടിട്ടേ ഇല്ല എന്ന് തോന്നുന്നു. ഇവരെപ്പറ്റി എന്തേ പോസ്റ്റ് ഇടാത്തത്? അത് പണി വാങ്ങിക്കുമെന്ന് അറിയാമല്ലേ? പിന്നെ ആരോ ആണ് ഇതൊക്കെ പറയുന്നത്? വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജോലി ചെയ്ത് സ്വർണ്ണക്കടത്ത് കേസിൽ കുടുങ്ങിയ നിങ്ങളോ? കഷ്ടം. സ്വന്തം കണ്ണിൽ കോലിട്ടിട്ട് മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയാണ് എന്ന് പറയരുത്. മറ്റൊരു കമൻറ്റ് ഇപ്രകാരമാണ്: ഏത് കൾച്ചർ? നമ്മുടെ തനതായ സംസ്കാരം അനുസരിച്ചാണെങ്കിൽ ബ്ലൗസ് ഇടാതെ മേൽമുണ്ട് മാത്രം ധരിച്ചു നിൽക്കണം. ബ്ലൗസ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ്. എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ചെലവിന് കൊടുക്കുന്നുണ്ടോ? അവർ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് പറയും. സത്യം പറഞ്ഞാൽ സ്വർണ്ണക്കടത്ത് നടത്തി സംസ്കാരത്തോടെ ജീവിക്കൂ എന്ന ഒരു പരിഹാസ കമൻറ്റും അവരുടെ ഇഷ്ടം പോലെ അവർ ജീവിക്കട്ടെ, നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളും ജീവിക്ക് എന്നതടക്കമുള്ള കമൻറ്റുകളാണ് സ്വപ്ന സുരേഷിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴെ വരുന്നത്. മാത്രമല്ല സ്വപ്ന സുരേഷിൻ്റെ പോസ്റ്റിനെ അനുകൂലിച്ചുകൊണ്ടുള്ള കമൻറ്റുകളും പോസ്റ്റിന് കീഴെ നിറയുന്നുണ്ട്. സ്വപ്ന പറഞ്ഞത് ശരിയാണ്. ഇതെന്താണ്? നാണക്കേട് തോന്നുന്നു. മാത്രമല്ല ഇതാണോ നമ്മുടെ സംസ്കാരം? ഇത്തരത്തിലാണോ വിഷുവിന് ഫോട്ടോസ് പങ്കുവയ്ക്കേണ്ടത് എന്നതടക്കമുള്ള ഒരു സ്വപ്നയുടെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ അനുകൂലിച്ചുകൊണ്ടുള്ള കമൻറ്റുകളും വരുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ വിഷുവിന് പങ്കുവച്ച ഈ ചിത്രങ്ങൾക്കെതിരെ രേണുവിനെതിരെ വിമർശനങ്ങൾ ശക്തമാകുന്നുണ്ട്. സ്വന്തം ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് മാത്രമല്ല സ്ട്രോങ് വുമൺ ആകേണ്ടത് എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് രേണുവിനെതിരെ ശക്തമാകുന്നത്. അടുത്തിടെ ദാസേട്ടൻ കോഴിക്കോട് എന്നയാൾക്കൊപ്പമുള്ള ആൽബത്തിനെതിരെയും വലിയ തോതിൽ സൈബർ ആക്രമണം രേണു സുധി നേരിട്ടിരുന്നു. കൂടാതെ ബോഡി ഷെയ്മിംഗ് അടക്കം രേണു സുധി നേരിടുന്നുണ്ട്. എന്നാൽ തനിക്ക് ദൈവം തന്ന രൂപമാണിതെന്നും അതിൽ തനിക്ക് പ്രശ്നമില്ലെന്നും ഇത്തരം കമൻറ്റുകളോട് രേണു ശക്തമായി തന്നെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ആ വിവാദത്തിൽ രേണു സുധി പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു: താൻ റീല് ചെയ്താൽ എന്തോ കുറ്റമായാണ് പലരും കാണുന്നത്. ഇപ്പോഴും വിവാദങ്ങളുണ്ട്. ഇപ്പോൾ താൻ അതൊന്നും ശ്രദ്ധിക്കാറില്ല. ഒരു വിധവ അങ്ങനെ നടക്കരുത് എന്നൊക്കെയാണ് പലരും കമൻറ്റ് ചെയ്യുന്നത്. ഈ കാലത്തും ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സതി വർഷങ്ങൾക്ക് മുൻപ് നിർത്തലാക്കിയതാണ്. പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ വേട്ടയാടുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് റീൽ ചെയ്യാൻ പറ്റില്ല. റീൽ ചെയ്താൽ കുറ്റമാണ്. റീൽ ചെയ്താൽ രേണു എന്താ ഇങ്ങനെ റീലൊക്കെ ചെയ്തിരിക്കുന്നു എന്ന് പലരും സുഹൃത്തുക്കളെ വിളിച്ച് പറയും. ടിക്ടോക്ക് സമയത്ത് വീഡിയോ ചെയ്യാൻ സുധിച്ചേട്ടനാണ് പ്രോത്സാഹിപ്പിച്ചത്.
ഞാൻ റീൽ ചെയ്യുന്നത് തെറ്റാണോ എന്നാണ് ചോദിക്കാനുള്ളത്. ഇത്തരം കമൻറ്റുകൾ കാരണം മനസ്സ് മുറിയുന്നത് ആരും കാണുന്നില്ല. അതിനാൽ ഇപ്പോൾ കമൻറ്റുകൾ നോക്കാറില്ല. കുറ്റം പറയുന്ന ആരും നമുക്കൊന്നും തരുന്നില്ല എന്നതടക്കമുള്ള പ്രതികരണം രേണു നടത്തിയിട്ടുണ്ട്. സുധിച്ചേട്ടൻ്റെ മണമുള്ള പെർഫ്യൂം എന്നത് തൻ്റെ ആഗ്രഹമായിരുന്നു. ഒരു തീർത്ഥം പോലെയാണ് ഇപ്പോൾ അത് സൂക്ഷിക്കുന്നത്. ഏട്ടൻ ഷൂട്ടെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഉയർത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണമുണ്ടല്ലോ, ആ മണമാണ് ഇതിനും. ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് ഇത്ര അപമാനിക്കപ്പെട്ട പെണ്ണ് കേരളത്തിൽ ഇല്ലെന്ന കമൻറ്റ് ഇതിനിടെ കണ്ടിരുന്നു. അപ്പോൾ അത്ര അപമാനിക്കപ്പെട്ട സ്ത്രീ ആയിരുന്നോ ഞാനെന്ന് ആലോചിച്ചപ്പോൾ അത് ശരിയാണ് എന്നതടക്കമുള്ള പ്രതികരണങ്ങളും രേണു നേരത്തെ നടത്തിയിരുന്നതാണ്. മാത്രമല്ല, രേണു സുധി രണ്ടാം വിവാഹത്തിന് ഒരുങ്ങുന്നു എന്ന വാർത്തയിലൊക്കെ ശക്തമായ പ്രതികരണവുമായി രേണു രംഗത്ത് വന്നിരുന്നു. തൻ്റെ ജീവിതത്തിൽ ഇനിയൊരു വിവാഹമില്ല, ജീവിത അവസാനം വരെ കൊല്ലം സുധിയുടെ ഭാര്യയായി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. സുധി മരിച്ച് 1 വർഷമാകുന്നതിന് മുൻപ് തന്നെ ഞാൻ വേറെ കെട്ടും, മൂത്ത മകനായ കിച്ചുവിനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും എന്നൊക്കെയുള്ള നെഗറ്റീവ് കമൻറ്റുകളൊക്കെ കേട്ടിട്ടുണ്ട്. എല്ലാവരോടും എനിക്ക് ഒന്ന് മാത്രമാണ് പറയാനുള്ളത്, ഞാൻ വേറെ കല്യാണം കഴിക്കില്ല. കൊല്ലം സുധിയുടെ ഭാര്യയായി ജീവിത അവസാനം വരെ നിൽക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത്. മറ്റൊരു വിവാഹം കഴിക്കില്ലെന്നത് ഉറച്ച തീരുമാനമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതെല്ലാം എൻ്റെ ഉള്ളിൽ തന്നെ കിടക്കട്ടെ. എന്തുതന്നെയായാലും മരണം വരെ ഇങ്ങനെ പോകും. എന്നെ നന്നായി അറിയുന്ന ആളുകൾക്കറിയാം ഞാൻ വേറെ കല്യാണം കഴിക്കാൻ പോകുന്നില്ലെന്ന്. സുധിച്ചേട്ടനെ പോലെ ആകാൻ മറ്റൊരാൾക്കും കഴിയില്ല. പിന്നെ മക്കളായി തന്നെ ജീവിക്കണം. വേറെ ഒരാൾ വന്നാൽ അതങ്ങനെ ആയിരിക്കണമെന്നില്ല. എന്നെ അടുത്തറിയാത്ത എന്നോട് സ്നേഹമുള്ള കൂട്ടുകാരുണ്ട്. ഞാൻ വീണ്ടും ഒരു വിവാഹം കഴിക്കണം, ചെറുപ്പമാണ് എന്നൊക്കെ അവർ പറയും. ഇപ്പോൾ വേണ്ട, സമയമാകുമ്പോൾ നല്ല ആലോചന വരികയാണെങ്കിൽ നോക്കണമെന്ന് പറയുന്നവരുണ്ട്. ഇന്നും ചില സുഹൃത്തുക്കൾ അങ്ങനെ പറഞ്ഞിരുന്നു. അതിനോടൊന്നും പ്രതികരിക്കാറില്ല, ചിരിച്ചു മാറുകയാണ് ചെയ്യുന്നത്. ഏട്ടൻ പോയിട്ട് കുറച്ച് മാസങ്ങളെ ആകുന്നുള്ളൂ. ആത്മാവിന് സത്യമുണ്ടെങ്കിൽ മോശം കിട്ടുമെന്നാണ് വിശ്വാസം എന്നതടക്കമുള്ള പ്രതികരണമാണ് നേരത്തെ രേണു സുധി നടത്തിയിരുന്നത്. സ്വന്തം വീട് സുധിച്ചേട്ടൻ്റെ സ്വപ്നമായിരുന്നു. മാത്രമല്ല, അമ്മയുടെ രണ്ടാം വിവാഹം എന്ന ഈ വാർത്തകളെ സംബന്ധിച്ച് സുധിയുടെ മൂത്ത മകൻ കിച്ചു പ്രതികരിച്ചത് ഇപ്രകാരമാണ്: അമ്മയുടെ ജീവിതമാണ്, അമ്മയുടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നടക്കട്ടെ, അമ്മയുടെ ഇഷ്ടമാണ് അത്, അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഞങ്ങളിപ്പോൾ നല്ല സന്തോഷത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതടക്കമുള്ള പ്രതികരണം മകന് നടത്തിയിരുന്നു. മാത്രമല്ല, ഈ ഇടയ്ക്ക് രേണു സുധി പങ്കുവച്ച ഒരു റീല്, ആ റീലിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് രേണു നേരിട്ടത്. അതിനും രേണു മറുപടി നൽകിയിരുന്നു. ഈ വീഡിയോ റീൽ തനിക്കൊരു മോശമായി തോന്നിയിട്ടില്ലെന്നും ഇതുപോലുള്ള വേഷങ്ങൾ വന്നാൽ ഇനിയും ചെയ്യുമെന്നും രേണു സുധി പറയുന്നു. സുധിച്ചേട്ടൻ്റെ ആത്മാവ് ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാകുമെന്നും അഭിനയത്തിൽ സജീവമാകാനാണ് തീരുമാനമെന്നും രേണു പറയുന്നു. ദാസേട്ടൻ കോഴിക്കോട് എന്ന ആളിനൊപ്പമുള്ള ഗ്ലാമർ ലീഡ്സാണ് രേണു പങ്കുവച്ചത്. ചാന്തുപൊട്ട് സിനിമയിലെ ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്ന ഗാനമാണ് ഇവർ റീൽസ് വീഡിയോയിൽ റീക്രിയേറ്റ് ചെയ്തത്. ഇരുവരും അല്പം ഇഴുകിച്ചേർന്നാണ് അഭിനയിക്കുന്നത്. അതാണ് പല രീതിയിലുള്ള വിമർശനങ്ങളിലേക്ക് നയിക്കപ്പെട്ടത്. എന്നാൽ തനിക്ക് ഈ റീൽസ് വീഡിയോ ഒരു മോശവുമായി തോന്നിയിട്ടില്ല. ഇതിൽ താൻ കംഫർട്ടാണ്, അതുകൊണ്ട് ചെയ്തു. ഇനി മുമ്പോട്ട് ഇത്തരം വേഷങ്ങൾ വന്നാൽ ചെയ്യും. എനിക്കും ആഹാരം കഴിക്കണം, എനിക്ക് ആര് ചെലവിന് തരും? അഭിനയം എൻ്റെ ജോലിയാണ്. ആർക്കും അവസരം തരാൻ തോന്നിയില്ല. ഞാൻ കുട്ടിക്കാലം മുതലേ ഡാൻസ്, അഭിനയമൊക്കെ ഉണ്ടായിരുന്നു. സുധിയേട്ടൻ വന്നപ്പോൾ ആ പിന്തുണ മുഴുവൻ ഏട്ടന് കൊടുത്തു. ഇപ്പോൾ എനിക്ക് ജീവിക്കണം, അതുകൊണ്ട് അഭിനയം തൊഴിലാക്കി എന്നതടക്കമുള്ള മറുപടിയാണ് രേണു സുധി നൽകിയത്. എന്തായാലും വിമർശനങ്ങളൊക്കെ ശക്തമാകുന്നു. മറുപടിയുമായി രേണു മുന്നോട്ട് പോകുന്നു. അതിനിടയിലാണ് സ്വപ്ന സുരേഷ് രേണു സുധിക്കെതിരെ രംഗത്ത് വന്നത്. ഇത് സാമൂഹ്യ മാധ്യമത്തിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.